ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 20-ലധികം പേർ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 11 പേരെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുമായി ചേരുന്നത്. ആർക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ജീവനോടെ ഇവരെയൊക്കെ തിരികെ എത്തിക്കാൻ കഴിയുമോ? അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ക്രിസ്റ്റ്യന നടത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഈ വലിയ ബഹുനില കെട്ടിടങ്ങൾ, അതിൽ പലതും ഈ സുരക്ഷാ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്വാളിറ്റി ഇതൊന്നും പാലിച്ചുകൊണ്ടുള്ള നിർമ്മാണമായിരിക്കില്ല പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ജനവാസ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നടക്കുന്നിടത്ത് നടത്തിയിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ ഇതിലൊന്നാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അത് ഏതാണ്ട് 20ഓളം ആളുകൾ ഇപ്പോഴും ഈ അവശിഷ്ടങ്ങൾക്ക് അടിയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയാളുടെ മൃതശരീരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് രാവിലെ ആണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. വളരെ വലിയ രീതിയിൽ ചില ഈ മേഖലകളിലുള്ള സ്ഥലങ്ങളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചർച്ചയായിരുന്നു. മുസഫർപൂരിൽ സമാനമായിട്ടുള്ള ചില രീതിയിൽ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് അടക്കമുള്ള സംഭവങ്ങൾ കഴിഞ്ഞ വർഷകാലത്ത് ഉണ്ടായതിനെ തുടർന്നായിരുന്നു ആ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് കാര്യങ്ങളൊന്നും ഈ കൃത്യമായിട്ടുള്ള പരിശോധനകളിലേക്കൊന്നും പോയില്ല. സുരക്ഷാ മുന്നറിയിപ്പുകളൊന്നും എല്ലാം പാലിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും പാലിക്കാതെ വന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അറിയിക്കുകയും ചെയ്തു. ക്രിസ്റ്റീന, വിശദാംശങ്ങൾ നൽകിയത്.